ഇത് ആനന്ദ് സിനി സർവീസിൻ്റെ യൂണിറ്റ് ബസ്സാണ്. ഒരു സിനിമയിൽ ക്യാമറയ്ക്കുള്ള അത്ര തന്നെ പ്രാധാന്യം ലൈറ്റുകൾക്കുണ്ട്. ഈ ലൈറ്റുകൾ വിന്യസിക്കുന്നതിന് ക്യാമറാമാനെ സഹായിക്കാൻ, ക്യാമറാമാൻ്റെ നിർദ്ദേശങ്ങൾ പറയാൻ അദ്ദേഹത്തിന് അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. പക്ഷേ അവർ ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അനുസരിക്കുന്ന ലൈറ്റുകൾ യഥാർത്ഥ പൊസിഷനുകളിൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് ലൈറ്റ്മാൻമാരുടെ ജോലിയാണ്. പണ്ട് ലൈറ്റ് ബോയ്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബോയ്സൊക്കെ ഇപ്പോൾ ഇത്തിരി മുതിർന്നതുകൊണ്ട് ഇപ്പോൾ ലൈറ്റ് മാൻ എന്നാണ് പറയുന്നത്. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ജോലിയാണ്. കറണ്ട് കണക്ഷൻ കൊടുക്കുന്നത് കൃത്യമാവണം. ഭയങ്കര ഹെവി ആയിട്ടുള്ള ലൈറ്റുകൾ തോളത്തെടുത്ത് ചിലപ്പോൾ കിലോമീറ്ററോളം തന്നെ നടക്കേണ്ടി വരും. ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിൻ ആവശ്യമുള്ള ജോലിയാണ്. അതുപോലെ തന്നെ സ്കിൽ ആവശ്യമുള്ള ജോലിയാണ്. ഒരു ലൈറ്റ് കൃത്യമായി ആർട്ടിസ്റ്റുകളുടെ ഫേസിലേക്ക് സെൻറ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിലേക്ക് സെൻറ്റർ ചെയ്യുക. ലൈറ്റ് ആവശ്യമില്ലാത്ത, ലൈറ്റ് വീഴാൻ പാടില്ലാത്ത സ്ഥലത്ത് ലൈറ്റ് കട്ട് ചെയ്യുക, കട്ടറുകൾ യൂസ് ചെയ്യുക. ലൈറ്റ് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലത്ത് റിഫ്ലക്ടർ ബോർഡുകൾ ഉപയോഗിച്ച് ലൈറ്റിൻ്റെ ഉപയോഗം നടത്തി കൊടുക്കുക. ഇനി ഇതൊന്നും അല്ലാതെ ലൈറ്റ്സ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഈ യൂണിറ്റ് അംഗങ്ങളാണ് പലപ്പോഴും സംവിധായകൻ്റെ കയ്യാളുകളാവുന്നത്. സംവിധായകനെ സഹായിക്കുന്ന ആളുകളാവുന്നതും ഇതേ ആളുകളാണ്. എപ്പോഴും ഒരു സംവിധായകൻ ഒരു യൂണിറ്റ് ചൂസ് ചെയ്യുമ്പോൾ നോക്കുന്നത് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളുള്ള യൂണിറ്റിനെയാണ് സെലക്ട് ചെയ്യുക. അങ്ങനെ പല ജോലികൾ, അത് ലൈറ്റ് മാൻ എന്ന് പറയുമ്പോൾ ലൈറ്റുകളുടെ മാത്രമല്ല, ഒരു യൂണിറ്റിൻ്റെ മുഴുവൻ സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഒക്കെ ഉത്തരവാദിത്വമായിട്ടുള്ള ആളുകളാണ് ലൈറ്റ് മാൻ. അതുകൊണ്ട് തന്നെ ഒരു സിനിമയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഘം ആളുകളാണ് ഇതിന് പുറകിലുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആനന്ദ് സിനി സർവീസിലെ യൂണിറ്റിലെ ആളുകളെ നമുക്ക് പരിചയപ്പെടാം. നാരായണേട്ടൻ, ഇദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ലൈറ്റ് മാനാണ്. നമുക്ക് അദ്ദേഹത്തോട് ഈ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. എത്ര വർഷമായി ചേട്ടൻ? 1983 അറിയാം. ഇപ്പൊ വരുമ്പോൾ എങ്ങനെയാണ്? ലൈറ്റ് മാൻ ആയിട്ടാണോ വന്നത്? ലൈറ്റ് മാൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇത്ര വലിയ ലൈറ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ ബേബി, ജൂനിയർ, ചെറിയ ചെറിയ ലൈറ്റുകളാണ്. കുറേ കാലം കഴിഞ്ഞിട്ടാണ് കുറേ ആ കാലത്താണ് ഈ മിനി ബ്രൂട്ടൊക്കെ. മിനി ബ്രൂട്ട്, ബേബി, ഡിങ്കി, ഇങ്ങനെ കുറെ ചെറിയ പഴയ ലൈറ്റ്. ജൂനിയറൊക്കെ ഉണ്ടായിരുന്നില്ല? ജൂനിയറിന് സീനിയർ ഉണ്ട്, വലിയ സീനിയർ, ഏറ്റവും വലിയ സീനിയർ. പിന്നീടാണ് HMI ഒക്കെ. പിന്നെ അതിനുശേഷം HMI, സോളാർ HMI വന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ കേന്ദ്ര HMI അതിന് ശേഷം വന്നു. അതിനുശേഷം പിക്കർ പ്രീ വന്നു. JCSൽ പിക്കർ പ്രീ ലൈറ്റ് വന്നു. അതിൻ്റെ ഏഴ് ലൈറ്റ് വന്നു. അതിൻ്റെ ശേഷം മിച്ച ലൈറ്റെല്ലാം പിന്നെ ഇറങ്ങാനും തുടങ്ങി. ഇപ്പോൾ കൂൾ ലൈറ്റ്സ് ഒരുപാട് വന്നല്ലോ, കിനോഫ്ലോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നു. അപ്പോൾ മുമ്പത്തേക്കാൾ ഇപ്പോൾ പണ്ടൊരു HMI ഒക്കെ താങ്ങി പിടിച്ച് പോകണമെങ്കിൽ ഭയങ്കര ഹെവി ആയിരുന്നല്ലോ. ഇപ്പോൾ HMI അധികം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ? കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിറയെ ആൾക്കാർ HMI യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ബാർ വന്ന ശേഷം ബാറിനെ കൂടുതൽ അത്യാവശ്യമായിട്ട് HMI 4KB യൂസ് ചെയ്യുന്നുള്ളൂ. പുതിയ ലൈറ്റുകൾ പഴയതിനേക്കാൾ ഭാരം കുറവായി തുടങ്ങിയിട്ടുണ്ടോ, അതോ ഭാരം കൂടുതലാണ്? ഭാരം കൂടുതലാണ്. ഈ 4KB അന്നില്ല, ഇപ്പോഴും ഭാരം കൂടുതൽ. പിന്നെ 4KB കഴിഞ്ഞ ശേഷം ബാർ വന്നിട്ട് കുറച്ച് കുറഞ്ഞു. അന്ന് വലിയ ലൈറ്റുകളായിരുന്നു, അന്ന് അധ്വാന ഭാരം ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ ഫ്ലോറും മറ്റു കാര്യങ്ങളും ആണല്ലോ വർക്കുകൾ കൂടുതൽ വരുന്നത്. അപ്പോൾ ഒരേ ഇടത്ത് ഇന്ന് ഫുൾ ഔട്ട്ഡോറാണ്. പക്ഷേ ഇന്ന് പുതിയ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ പാർ ലൈറ്റ്, ജോക്കർ പാർ, ഇങ്ങനെയുള്ള ഒരുപാട് ലൈറ്റുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിച്ചിരി വെയിറ്റ് കുറവുണ്ട് എന്നുള്ള കാര്യം ഒരു സത്യമാണ്. എന്നാലും തൊഴിലെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. 92 ശേഷമാണ് നമ്മുടെ കേരളത്തിൽ HMI എന്ന് പറയുന്നത് പോപ്പുലറായിട്ട് വരുന്ന സമയം. HMI എന്ന് പറയുന്നത് സിനിമയെ ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം, ഭയങ്കര വെയിറ്റുള്ള ഒരു ലൈറ്റാണ് HMI എന്ന് പറയുന്നത്. അത് ഒരാൾ ചുമന്നുകൊണ്ട് പോകാൻ പോലും പറ്റാത്ത ഒരു ലൈറ്റ്, ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ലൈറ്റ് അവർ ഭയങ്കര കഷ്ടപ്പെട്ട് മരത്തിൻ്റെ മുകളിൽ ഇതിലൊക്കെ കെട്ടിവെച്ച് അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിനു മുമ്പ് മിനി ബ്രൂട്ട് എന്ന് പറഞ്ഞാൽ അതിന് ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ HMI വന്ന സമയത്ത് ഈ പറയുന്ന 2005 ശേഷമാണ് എനിക്ക് തോന്നുന്നു ഒന്ന് പാർലൈറ്റ് എന്ന് പറഞ്ഞ കേരളത്തിൽ അത്യാവശ്യം പതുക്കെ വന്നു കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് വരെ ഈ പറയുന്ന വലിയ ഭാരമുള്ള ഈ ലൈറ്റ് ഒരു യൂണിറ്റ് ഓണറെ സംരക്ഷിക്കാൻ വേണ്ടി അത് തട്ടും മുട്ടും കൂടാതെ ഇത്രയും വെയിറ്റുള്ള ഈ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോയിരുന്ന ഒരുപാട് തൊഴിലാളികളാണ് പണ്ട് കാലത്ത് കഷ്ടപ്പെട്ടുള്ളത്. ഒരു യൂണിറ്റിൽ എത്ര പേരുണ്ടാവും ശരിക്കും? 16 പേര്. 16 പേര്. അതിൽ എത്ര ലൈറ്റ്മാൻമാർ, എത്ര അതിലൊരു 11 ലൈറ്റ്മാൻമാർ, ഒരു ഇലക്ട്രീഷ്യൻ, ഡ്രൈവർ, പിന്നെ സൗണ്ട് 2 പേര്. എല്ലാം കൂടി 16 പേര്. ആദ്യകാലങ്ങളിൽ യൂണിറ്റിൽ 27 പേരൊക്കെ പോകുമായിരുന്നു. ഇപ്പോഴത് സിനിമയുടെ യൂണിറ്റിൽ 15 പേരുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതി. കാരണം ലൈറ്റുകളൊക്കെ വളരെ ചെറുതായി, എക്യുപ്മെൻറ്റ്സിൻ്റെ ഒക്കെ സൈസ് കുറഞ്ഞു. പിന്നെ നമ്പർ ഓഫ് ലൈറ്റ്സും ഇപ്പോൾ കുറവ് മതി. കാരണം പാർ ലൈറ്റ്സൊക്കെ വന്നപ്പോൾ
ഒരു 4-5 HMIയുടെ എഫക്റ്റാണ് ഒരു പാർലൈറ്റിന് ഡേ എഫക്റ്റ് കിട്ടാൻ. പണ്ട് മദ്രാസിലെ യൂണിയൻ ഉണ്ടായിരുന്നു. മദ്രാസിലെ യൂണിയൻ കേരളത്തിലെ യൂണിറ്റുകൾക്ക് മദ്രാസിൽ പോയ യൂണിറ്റ് മെമ്പേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ ഈ അസോസിയേഷനൊക്കെ വന്നതിന് ശേഷം അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ സ്ഥിരമായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്താ? ഇപ്പോൾ നമുക്ക് ഫെഫ്കയുടെ കാർഡ് അഫിലിയേറ്റഡ് അല്ലേ, അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുക ആണെങ്കിൽ അവിടുത്തെ കാർഡ് എടുത്ത് വർക്ക് ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ ഇത്. പിന്നെ നമ്മൾ പോയി വർക്ക് ചെയ്തിട്ട് വരാം. നമ്മുടെ തൊഴിലെന്ന് പറയുന്നത് ചിലപ്പം അപകടകരമായ തൊഴിലാണ്. കാര്യം കറണ്ടിൽ ഉള്ള ഒരു പണിയാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി ലൈറ്റ് കെട്ടുക, ഇങ്ങനെയൊക്കെയുള്ള അപകട സാധ്യതകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിനെ സംരക്ഷിക്കുന്നത് അന്നത്തെ കാലത്ത് നമ്മുടെ വലിയ വലിയ ആൾക്കാർ, സിനിമയിലുള്ള ഡയറക്ടർ ഉൾപ്പെടെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ അവർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ കളക്ഷൻ എടുത്ത് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ ഇന്ന് സംഘടന വന്നപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു തൊഴിലാളിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സംഘടന തന്നെ അത് ഏറ്റെടുക്കുന്ന ഒരു നിലപാട് ഇപ്പം നമ്മുടെ സംഘടനയ്ക്ക് വന്നിട്ടുണ്ട്. അതിന് ഉദാഹരണത്തിന് തന്നെ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ്, ഒരു യൂണിറ്റ് വണ്ടി പോകുമ്പോൾ ആക്സിഡൻ്റായി ഒരു 6-7 പേർക്ക് ഒരു നല്ലൊരു പരിക്ക് പറ്റി. ആ കുടുംബത്തിനെ വരെ സംരക്ഷിക്കാൻ നമ്മുടെ സംഘടനയ്ക്ക് എന്തെല്ലാം കഴിയുമോ അതെല്ലാം ചെയ്ത് അവർക്കെല്ലാം നല്ല ഒരു രീതി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു തൊഴിലാളിക്ക് സംഘടന ഉണ്ട് എന്നൊരു ബലം, നമ്മളെ സംഘടന സംരക്ഷിച്ചോളും എന്നുള്ളൊരു ബലമുണ്ട്. അതിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മളാൽ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു സിനിമയിൽ വരാനുള്ളൊരു റീസൺ? സിനിമയിലുള്ള താല്പര്യം തന്നെയാണ് സിനിമയിൽ വരാനായിട്ട്. അഭിനയിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു? ഈ ഷൂട്ടിംഗ് സമയത്ത് ഇടയിൽ സിനിമയിലൊക്കെ ചെറിയ റോളുകളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ? ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വല്ല അപകടങ്ങൾ, മരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഈ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്? അണ്ണാമല പടത്തിന് ഊട്ടിയിൽ വർക്ക് ചെയ്തായിരുന്നു. അവിടെ നിന്ന് 2 മണി കളിച്ചിട്ട് ഇവിടെ ചെന്നൈയിൽ വെച്ചു. സ്പീഡിൽ വന്ന സമയത്ത് മേട്ടുപാളയത്തിൻ്റെ അവിടെ നിന്ന് അപ്പോൾ ഞാൻ വേറെ വണ്ടി വരും. കുറേ ആൾക്കാർ, 2 വണ്ടിയുണ്ട്. ഒരു വണ്ടിയിൽ ഞങ്ങൾ പറഞ്ഞ്, ഇന്നൊരു വണ്ടിയിൽ ഒരാൾക്കാർ. അങ്ങനെ വരുന്ന ആക്സിഡൻ്റായി വണ്ടി. സ്പോട്ടിൽ ഒരു 4 പേര് മരിച്ചു.